ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു സ്റ്റോപ്പ് ലോസ്. ഇറ്റ്സ് മീ അൻസാർ. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന് മ്യൂച്വൽ ഫണ്ട്, 2 SIP അഥവാ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ, മൂന്നാമത്തത് ETF അഥവാ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്. അപ്പോൾ എന്താണ് മ്യൂച്വൽ ഫണ്ട്? നിങ്ങൾക്കെല്ലാവർക്കും കുറി എന്താണെന്നറിയാം. ഇപ്പോൾ ഒരു വർഷത്തെ കുറി, അതായത് 12 മാസത്തെ കുറി, മാസം 1 ലക്ഷം രൂപ വെച്ചിട്ട് അടക്കണം. അപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ 12 ലക്ഷം. അതൊരു നറുക്ക് കുറിയാണെന്ന് വിചാരിക്കുക. ഈ നറുക്ക് കുറി ആദ്യം കിട്ടുന്ന ആൾക്ക് നല്ല ലാഭമായിരിക്കും. ഇപ്പോൾ 12 ആളുണ്ടെങ്കിൽ ഓരോ മാസം 1 ലക്ഷം രൂപ വീതം ഇട്ട് വെച്ച് കഴിഞ്ഞാൽ 12 മാസം കഴിയുമ്പോൾ 12 ലക്ഷം. ഇപ്പോൾ ഒരു ആദ്യത്തെ മാസം ഒരാൾക്ക് ആ ഒരു നറുക്ക് വീണു, അപ്പോൾ എത്ര കിട്ടി? 12 ലക്ഷം. അതുകൊണ്ട് കാര്യമുണ്ട്, അയാൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അത് നടക്കും. ഇനിയിപ്പോൾ സപ്പോസ് ഒരാൾക്ക് നറുക്ക് വീണുന്നത് 12-ാം മാസം, അതായത് അവസാനത്തെ മാസമാണെന്ന് വിചാരിക്കുക. അതിനെ കൊണ്ടെന്താ പ്രയോജനം ഉണ്ടോ? ഇല്ല. അത് ജസ്റ്റ് ഒരു സേവിങ്സ് പോലെ അവിടെ ഉണ്ടാകും. ആ പൈസ നമ്മൾ അടക്കുന്ന ഓരോ മാസം ഇടുന്ന 1 ലക്ഷം രൂപ അത് അങ്ങനെ തന്നെ കിടക്കും. എന്നിട്ട് അവസാനം നമുക്ക് ആ ഒരു 12 ലക്ഷം ഒരുമിച്ച് കിട്ടുന്നതെന്നുള്ളൂ. ഇനി നിങ്ങളൊന്ന് ആലോചിച്ചേ, ഈ ഓരോ മാസം അടക്കുന്ന 1 ലക്ഷം മാസം ഇങ്ങനെ കൂടുകയാണ്. ഇപ്പോൾ 2000, 5000, 10000 വെച്ചിട്ട് ഇങ്ങനെ ഓരോ മാസം കൂടുകയാണെങ്കിലോ ഒരു കൊല്ലം കഴിയുമ്പോൾ നല്ലൊരു പ്രോഫിറ്റ് കിട്ടുമല്ലേ? അപ്പോൾ അതാണ് മ്യൂച്വൽ ഫണ്ട്. അതായത് മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ മാസം പണം നിക്ഷേപിക്കുമ്പോൾ അതിന് ഒരു പ്രോഫിറ്റും കൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്തത് എന്താണ് SIP? ഈ ഒരു കുറിൻ്റെ കേസിൽ തന്നെ നമ്മൾ ഓരോ മാസം കൃത്യമായി നമ്മൾ ആ ഒരു 1 ലക്ഷം അടക്കണം കുറിക്ക്, അല്ലേ? അപ്പോൾ അത് നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ നമ്മൾ കുറി ഒരാളുടെ കയ്യിലല്ലേ കൊടുക്കുക, ഒരാളുടെ കയ്യിലാണ് പൈസ ഏൽപ്പിക്കുക. ആ ഒരാളുടെ അക്കൗണ്ടിലേക്ക് നമ്മുടെ ബാങ്കിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി അയാളുടെ അക്കൗണ്ടിലേക്ക് പോകാമെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ ആപ്ലിക്കേഷനിൽ സെറ്റ് ചെയ്ത് വെക്കുന്നതാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. അപ്പോൾ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിന് വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ പലരും EMI അടക്കുന്നവരുണ്ടാവും, മാസം EMI അടക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു വണ്ടിയുടെ അടവ് അടക്കുന്നവരുണ്ടാവും. അപ്പോൾ അതെന്താവുന്നത്, നമ്മുടെ ബാങ്കിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ആ ഒരു എമൗണ്ട് കട്ടാവുക ചെയ്യുന്നത്. അതേപോലെ നമ്മുടെ ബാങ്കിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ഒരു എമൗണ്ട് നമ്മൾ ഫിക്സ് ചെയ്യുന്ന ഒരു എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ഈ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ കുറി വേണ്ട, ഈ പറഞ്ഞതൊക്കെ മറന്നേക്കുക. വേറൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം, അതായത് കുറച്ചുകൂടി വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഈ കഴിഞ്ഞ വീഡിയോ 7000 ആൾക്കാരാണ് കണ്ടത്. 7000 ആൾക്കാർ കണ്ടു. അപ്പോൾ ഈ 7000 ആൾക്കാർക്കും എന്തില്ല, ചിലപ്പോൾ പഠിക്കാൻ, ഷെയർ മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാൻ സമയം കിട്ടില്ല, അല്ലെങ്കിൽ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല, സമയമില്ല, ചിലപ്പോൾ പഠിച്ചിട്ട് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഈ 7000 ആൾക്കാർ വിചാരിക്കുകയാണ്, അതായത് എനിക്ക് ഷെയർ മാർക്കറ്റിനെ കുറിച്ച് അറിയാം, എൻ്റെ കയ്യിൽ അവർ പൈസ തരുമെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഓരോരുത്തരും 1000 രൂപ വെച്ചിട്ട് 7000 ആൾക്കാർ തന്നു ഒരു മാസം. അപ്പോൾ 7 ലക്ഷം ആയില്ലേ? ഈ 7 ലക്ഷം എൻ്റെ അടുത്ത് തന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? ഈ പൈസ കൊണ്ടിട്ട് പോയി ഇൻവെസ്റ്റ് ചെയ്യും ഷെയർ മാർക്കറ്റിൽ, സെക്യൂരിറ്റീസിൽ, ബോൺസിൽ, ഇക്വിറ്റിയിൽ, ഗോൾഡിൽ, അതൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിലൊരു പ്രോഫിറ്റ് എന്ത് ചെയ്യും? ഞാൻ തിരിച്ചു നൽകുമെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതാണ് മ്യൂച്വൽ ഫണ്ട്. അതായത് സപ്പോസ് എനിക്കൊരു മ്യൂച്വൽ ഫണ്ട് കമ്പനി ഉണ്ട്, AMC കമ്പനി ഉണ്ട്. ആ കമ്പനിയുടെ പേര് സ്റ്റോപ്പ് ലോസ് മ്യൂച്വൽ ഫണ്ട് എന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ ആരാണ്? എൻ്റെ പേര് അൻസാർ. ഞാൻ എൻ്റെ കമ്പനിയുടെ ഫണ്ട് മാനേജറാണ്. ഓക്കെ, ഓതറൈസ്ഡ് ഫണ്ട് മാനേജർ. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഞാൻ വർഷാവർഷം എൻ്റെ അടുത്ത് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർക്ക് ഒരു 12% റിട്ടേൺ, ആനുവൽ റിട്ടേൺ കൊടുക്കുന്നുണ്ട്. 12% പ്രോഫിറ്റ് നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? എല്ലാവരും എൻ്റെ കയ്യിലേക്ക് പൈസ അയക്കുകയാണ്. ഞാൻ ഇത് കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ പ്രോഫിറ്റ് എന്ത് ചെയ്തു? ആൾക്കാർക്ക് വീതിച്ച് നൽകും. അപ്പോൾ അതിന് എനിക്കൊരു ചാർജ് ഉണ്ടാവും. ആ ചാർജ് തരാൻ നിങ്ങൾ റെഡിയാണ്. ഓക്കെ, ഇതാണ് മ്യൂച്വൽ ഫണ്ട്. അപ്പോൾ ഈ ഒരു ഫണ്ട് നിങ്ങൾ മാസം എൻ്റെ അടുത്ത് അയക്കുന്നതിന് പകരം നിങ്ങളുടെ ആ ഒരു അക്കൗണ്ടിൽ, നിങ്ങളിപ്പോൾ ഫോൺ പേ ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരല്ലേ, അതിൽ ഓട്ടോ പേ എന്നുള്ളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെച്ചു. അതായത് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് മാസം എൻ്റെ അക്കൗണ്ടിലേക്ക് 1000 രൂപ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്
ഈ ഷെയർ മാർക്കറ്റ് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതായത് ഡിമാറ്റ് പ്ലസ് ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതിന് ഷെയർ മാർക്കറ്റിൻ്റെ ആവശ്യമില്ല. കാരണം നിങ്ങളുടെ കയ്യിലെ ഫോൺ പേ ഇല്ലേ, അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട്, ഇപ്പോൾ യൂനോ SBI അതുണ്ടെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഷെയർ മാർക്കറ്റിൻ്റെ ഇപ്പോൾ സെറോദയുടെ കൈറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. സെറോദയുടെ കോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ ഉണ്ട്, അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ ഫോൺ പേ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ താഴെ വെൽത്ത് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടല്ലേ ക്രിയേറ്റ് വെൽത്ത് വിത്ത് SIP. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുക, SIP കൊടുക്കുക. അപ്പോൾ ഇവിടെ ഹൗ മച്ച് ഡു യു വാണ്ട് ടു ഇൻവെസ്റ്റ് എവറി മന്ത്. ഇപ്പോൾ സപ്പോസ് ഒരു 2000 നമ്മൾ കൊടുത്തു. അപ്പോൾ അത് ഇവിടെ കാണിക്കും. ഈ ഒരു ഗ്രാഫ് ഉണ്ട്, നിങ്ങൾ അവിടെ ഇത് ഇവിടെ താഴെ 20 years ആകുമ്പോൾ നമ്മുടെ ആ ഒരു 2000 പെർ മന്ത് നമ്മൾ 2000 ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 18,39,000 ആവുമെന്ന് അവിടെ കാണിക്കുന്നുണ്ട്. അത് നമ്മൾ ഈ ഒരു പോയിൻ്റ് ഇല്ലേ, ഇതിങ്ങനെ താഴോട്ടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രോഫിറ്റ്, അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ ഓരോ വർഷവും ഇപ്പോൾ 4 yearsന് 1.22 lakh, 8 yearsന് 3 lakh. അത് 12% അസ്യൂം എ റിട്ടേൺ ഓഫ് 12% പെർ ആനുവം. വർഷത്തിൽ 12% റിട്ടേൺ അസ്യൂം ചെയ്യാണ്. കാരണം നമുക്കിത് ഉറപ്പൊന്നുമില്ല. ഇൻ കേസ് ഷെയർ മാർക്കറ്റിങ് ഇടിഞ്ഞു പോയി കഴിഞ്ഞാലോ ആ ഒരു എമൗണ്ട് താഴേക്ക് പോവുകയും ചെയ്യും. പക്ഷേ മ്യൂച്വൽ ഫണ്ടിൽ ആ ഫണ്ട് മാനേജർ, ഓതറൈസ്ഡ് ഫണ്ട് മാനേജർ ഗവൺമെൻറ്റിൻ്റെ, അവർ നോക്കിയിട്ട് റിസ്ക് ഒന്നും എടുക്കാതെ, അതായത് സേഫായിട്ടുള്ള ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. സെക്യൂരിറ്റീസ്, ബോണ്ട്സ്, ഇക്വിറ്റി, പിന്നെ ഗോൾഡ്, ആ ഒരു കാര്യങ്ങളിലൊക്കെ. അത് നമ്മളറിയില്ല. ആ ഒരു ഫണ്ട് മാനേജറാണ് കംപ്ലീറ്റ് കാര്യങ്ങളും കൈകാര്യം ചെയ്യുക. എന്നിട്ട് നിങ്ങളവിടെ നെക്സ്റ്റ് പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ചൂസ് ചെയ്യാം. ഇപ്പോൾ അഗ്രസീവ് ഗ്രോത്ത് വേണോ, അപ്പോൾ അതിന് 12% to 20% വരെ റിട്ടേൺ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് റിസ്ക്കും കൂടുതലാണ്. കാരണം ഈ ഒരു ഫണ്ട് മാനേജർ ഹൈ റിസ്ക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം. അതായത് ഹൈ റിസ്ക്കുള്ള ഇക്വിറ്റീസ്, ബോണ്ട്സ്, സെക്യൂരിറ്റീസിലൊക്കെ. അല്ലെങ്കിൽ ഹൈ ഗ്രോത്ത് മതിയെങ്കിൽ അവിടെ അതിനനുസരിച്ച് റിട്ടേൺ കുറയും. അല്ലെങ്കിൽ ബാലൻസ്ഡ്, അതുപോലെ കോഷ്യസ്, സ്റ്റേബിൾ, അങ്ങനെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാനിപ്പോൾ അഗ്രസീവ് ഗ്രോത്ത് കൊടുത്തു, ഹൈ ഗ്രോത്ത് കൊടുത്തു, എന്നിട്ട് പ്രൊസീഡ് കൊടുത്തു. അതിനുശേഷം നിങ്ങൾക്ക് ഏത് മ്യൂച്വൽ ഫണ്ടാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇതുപോലെ വ്യൂ ഓൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മ്യൂച്വൽ ഫണ്ട് അവിടെ കാണാൻ കഴിയും. ഓക്കെ, ഇപ്പോൾ ഞാൻ മോട്ടിലാൽ ഒസ്വാൽ ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ് അത് സെലക്ട് ചെയ്തു. അപ്പോൾ അതിൽ ഡേ ഓഫ് SIP, നമ്മൾ ഏത് ദിവസമാണ് നമ്മൾ എല്ലാ മാസവും എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ദിവസം അത് സെലക്ട് ചെയ്യുക. സെലക്ട് കൊടുത്തു. എന്നിട്ട് നിങ്ങളുടെ പാൻ നമ്പറും ഡീറ്റെയിൽസ് അടിച്ചു കഴിഞ്ഞാൽ സ്റ്റാർട്ടായി. നിങ്ങൾ ഒരു SIP മ്യൂച്വൽ ഫണ്ടിൽ സ്റ്റാർട്ടായി. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഷെയർ മാർക്കറ്റ്, അതായത് ഡിമാറ്റ് പ്ലസ് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ആവശ്യമില്ല. നമുക്കിപ്പോൾ ഫോൺ പേ അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് അതുപോലത്തെ പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ട് നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. SIP ക്രിയേറ്റ് ചെയ്യാം, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാന്. അപ്പോൾ നമ്മൾ ഷെയർ വാങ്ങുമ്പോൾ നമുക്കൊരു ഷെയർ വാല്യൂ, ഒരു ഷെയറാണോ നമുക്ക് കിട്ടുന്നത്? അല്ല, മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് യൂണിറ്റ് ആയിട്ടാണ് കിട്ടുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ഞാനൊരു ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു മ്യൂച്വൽ ഫണ്ടാണെന്ന് വിചാരിക്കാം. ഞാനൊരു ഫണ്ട് മാനേജറാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ 1000 രൂപ എനിക്കൊരാൾ അയച്ചു കഴിഞ്ഞാൽ അയാൾക്കിപ്പോൾ സപ്പോസ് 1 യൂണിറ്റ്, 2000 ആണ് ഒരാൾ അയക്കുന്നതെങ്കിലോ അയാൾക്ക് 2 യൂണിറ്റ്, അങ്ങനെ യൂണിറ്റായിട്ടാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ റിട്ടേണും അതുപോലെ ആ ഒരു യൂണിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് റിട്ടേണും കൊടുക്കുക. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ടൂളുണ്ട്, NAV, നെറ്റ് അസറ്റ് വാല്യൂ. ഈ നെറ്റ് അസറ്റ് വാല്യൂ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് മൈനസ് ആ ഒരു എൻ്റെ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ മൈനസ് ചെയ്തിട്ട് നമ്പർ ഓഫ് യൂണിറ്റ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ NAV കിട്ടും. ആ ഒരു NAV ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്കൊക്കെ റിട്ടേൺ കിട്ടുക. അതേപോലെ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതായത് ഇക്വിറ്റീസിൻ്റെ മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, പിന്നെ സെക്യൂരിറ്റീസിൻ്റെ മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, ഡെപ്റ്റിൻ്റെ ഉണ്ട്. അത് ഫണ്ട് മാനേജറാണ് കൈകാര്യം ചെയ്യുക. എന്നാലും സെപ്പറേറ്റ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട്സും ഉണ്ട്. അപ്പോൾ നിങ്ങൾ വെരി ഹൈ റിസ്കിൻ്റെ മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്താൽ അതേപോലെ റിട്ടേൺ കിട്ടും, പക്ഷേ അതിന് റിസ്ക്കും കൂടുതലായിരിക്കും.
കാരണം ഈ ഫണ്ട് മാനേജർ അതേപോലെ റിസ്ക് എടുക്കും. അപ്പോൾ നിങ്ങളുടെ പ്രോഫിറ്റും അതേപോലെ റിസ്ക് ഉള്ളതായിരിക്കും. ഇനി നെക്സ്റ്റ് എന്താണ് ETF? അതായത് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്. ഇപ്പോൾ സപ്പോസ് ഇത് 5 കമ്പനിയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ വിപ്രോ, ടാറ്റ, ഏഷ്യർ മോട്ടോഴ്സ്, നെസ്ലെ, ഹീറോ, 5 കമ്പനി. ഈ 5 കമ്പനീനെ ബേസ് ചെയ്തിട്ട് ഉള്ള ഒരു ഷെയറാണിത്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ടൂളാണിത്. ഈ ഒരു 5 കമ്പനീൻ്റെ വില കൂടുമ്പോൾ ഈ ഒരു ഷെയറിൻ്റെ വില കൂടും. ഈ 5 കമ്പനിയുടെ വില കുറയുകയാണെങ്കിലോ ഈ ഷെയറിൻ്റെ വില കുറയുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു 5 കമ്പനിയിൽ നിന്ന് ഡിറൈവ് ചെയ്ത ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ടൂളാണ് ETF എന്ന് പറയുന്നത്. അതേപോലെ അപ്പോൾ ETF 50, നിഫ്റ്റി 50 എന്തായിരിക്കും? അതായത് നിഫ്റ്റി 50-ലെ 50 കമ്പനികളുടെ ബേസ് ചെയ്തിട്ട് ഉള്ള ഒരു ടൂളാണ് ETF നിഫ്റ്റി 50 എന്ന് പറയുന്നത്. അതേപോലെ ETF ഒരുപാടുണ്ട്. ഇപ്പോൾ ETF ഗോൾഡിൻ്റെ ETF ഉണ്ട്. പിന്നെ ഇപ്പോൾ പുറത്തുള്ള, അതായത് USA-ലൊക്കെയുള്ള സ്റ്റോക്കൊക്കെ ഉണ്ടാവുമല്ലോ, അതിലൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു USA-ലെ സ്റ്റോക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ETF ഉണ്ട്. അങ്ങനെ ഒരുപാട് സെക്യൂരിറ്റീസിൻ്റെ ETF ഉണ്ട്, ഒരുപാട് ETF ഉണ്ട്. അപ്പോൾ ഇത് ETF-ൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴുള്ള നമുക്കുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഒരു 5 കമ്പനിയിൽ ഒരു കമ്പനിയുടെ വില താഴേക്ക് പോയി എന്ന് വിചാരിക്കാം. ബാക്കി 4 കമ്പനിയുടെ വില മുകളിലേക്കാണ്. അപ്പോൾ ഈ ഒരു ETF-ൻ്റെ വില എന്തായിരിക്കും? മുകളിലേക്ക് തന്നെയായിരിക്കും. മാത്രമല്ല ഇപ്പോൾ 5 കമ്പനി, ഇതിപ്പോൾ 1000, ഒരു കമ്പനിയുടെ വില 1000 എന്ന് വിചാരിക്കാം. അപ്പോൾ 5 കമ്പനിയുടെ വില 5000. ആ ഒരു 5000 കൊടുക്കണ്ട, നമുക്ക് ഇത് വാങ്ങാൻ വെറും ചിലപ്പോൾ 500 1000 കൊടുത്താൽ മതി. പക്ഷേ ഇതിൻ്റെ വില കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെ വില കൂടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ETF വാങ്ങിയാൽ മതി. പക്ഷേ ETF വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് ഷെയർ മാർക്കറ്റിൽ ഡിമാറ്റ് പ്ലസ് ട്രേഡിംഗ് അക്കൗണ്ട് വേണം. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. കാരണം മ്യൂച്വൽ ഫണ്ട് ആ ഒരു ഫണ്ട് മാനേജറാണ് കൈകാര്യം ചെയ്യുന്നത്. അയാൾക്ക് ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ അറിയുന്നതുകൊണ്ട് അയാളാണ് കൈകാര്യം ചെയ്യുന്നത്. ഇത് നമുക്ക് അറിയുകയാണെങ്കിലോ, നമുക്ക് ആ ഒരു ഷെയർ മാർക്കറ്റിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ അറിയുകയാണെങ്കിൽ നമുക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.